ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ശ്രീ ആതിര ടീച്ചർ ചെയ്തു. ആതിര ടീച്ചർ അവിടുത്തെ തൃശ്ശൂരിലെ പൂങ്കുന്നം ഡിവിഷനിലെ കൗൺസിലർ കൂടിയാണ്. മാത്രമല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. ശ്രീ ആതിര, ഇന്നലെ എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്? താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇന്നലെ സംഭവിച്ചത് ഇന്നലത്തെ ഒരു ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം കൃത്യമായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ സംഭവങ്ങൾ കൂടി തെളിയിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ 11 മണിക്ക് പലർക്കും, അതായത് വെടിക്കെട്ട് കാണാൻ വേണ്ടി കയറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. 11 മണിക്ക് 3 മണിക്കുള്ള വെടിക്കെട്ടിന്. പക്ഷെ ഇത് ഞാൻ പറയുന്നത് അത്യാവശ്യം കമ്മിറ്റിയിലുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്കാണ്. സാധാരണ ജനങ്ങൾ പലരും 8 മണിക്ക് തന്നെ കയറി നിന്നിട്ടുണ്ട്. 8 മണിക്ക് കയറി നിന്നിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള, അമ്മമാരായിട്ടുള്ള, കുട്ടികളായിട്ടുള്ള ആൾക്കാരെയാണ് ഇത്രയും അധികം പോലീസിന്റെ ധാർഷ്ട്യം കാരണം ഇത്ര മണിക്കൂറുകളോളം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് കൃത്യമായിട്ടും പോലീസിന്റെ ധാർഷ്ട്യം തന്നെയാണ് ഇന്നലെ മുഴുവൻ കാണിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽസ് അടക്കമുള്ളവരെ കയറ്റാതെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് എല്ലാ വഴികളും അടച്ച് ഒട്ടും കയറാൻ പറ്റാത്ത രീതിയിലാക്കി തീർത്തിരിക്കുന്നു. പിന്നെ എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൂരം നടത്തുന്നത്? പോലീസുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണോ? മടത്തിൽ വരവിന് 11 ആനകളായിട്ട് നടത്തേണ്ട മടത്തിൽ വരവ് പോലീസിന്റെ ധിക്കാരം കൊണ്ട് മാത്രം, കമ്മീഷണറെ പോലെയുള്ള ആളുടെ ധിക്കാരം കൊണ്ട് മാത്രം ഒരാനയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അതും നായ്ക്കനാലിൽ അവസാനിപ്പിക്കേണ്ട മടത്തിൽ വരവ് നടുവിലാലിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇത് ആരെ ബോധിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? തൃശൂർ പൂരത്തിനെ കുറിച്ച് അറിവില്ലാത്ത, അല്ലെങ്കിൽ ആ നാടിന്റെ സംസ്കാരം അല്ലെങ്കിൽ ആ പൂരത്തിന്റെ കാര്യങ്ങൾ അറിയാത്ത പോലീസുകാർ വരികയും, അറിയില്ലെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക കൂടി വേണം. പക്ഷേ ഈ കമ്മീഷണർ എന്തൊരു ധാർഷ്ട്യമാണ്! അവിടെയുള്ള ദേവസ്വം ഭാരവാഹികളെ വരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. അവിടെയുള്ള അമ്പലത്തിലെ തിരുമേനിമാരെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ ഭക്തജനങ്ങളെയും അവിടെയുള്ള ദേവസ്വം ഭാരവാഹികളെയും എല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാ വർഷവും പൂരത്തിന്റെ ഭാഗമാകാറുള്ളതാണ് താങ്കൾ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പോലീസിന്റെ ഇടപെടലും ഇന്നലെ ഉണ്ടായ സംഭവങ്ങളും ഒന്ന് വളരെ വേഗം താരതമ്യം ചെയ്യും. ഈ വർഷങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ടിന് കൃത്യമായിട്ട് പാസ് ഉള്ളവരെ അകത്തോട്ട് കയറ്റാറുണ്ട്. ഇന്നലെ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം 50 പേർക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ഈ 50 പേരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നിറയ്ക്കാനുള്ള സംഭവങ്ങൾ നിർത്താനായിട്ട് സാധിക്കുക? അതിന് മിനിമം എങ്കിലും ഒരു 100 പണിക്കാരെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അവിടെ 50 പേർ മാത്രം മതി എന്ന് പറയുന്നത് പോലീസ് എന്തടിസ്ഥാനത്തിലാണ്? ദേവസ്വം കമ്മിറ്റിക്കാരില്ലാതെ അവിടെ എങ്ങനെയാണ് പോലീസുകാർക്ക് എങ്ങനെയാണ് അത് അറിയാൻ കഴിയുക? മാത്രമല്ല, ദേവസ്വം അതിന് തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിപ്പുര അത് പൂട്ടി താക്കോല് കൊണ്ടുപോകാനായിട്ട് എന്താണ് പോലീസിന് അധികാരം? ഈ പൂരം നടത്തുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ്. അവിടെ വരുന്ന പോലീസിനടക്കമുള്ള ചിലവ് ഇവർ വഹിക്കുന്നുണ്ട്. പിന്നെ ഈ പോലീസ് ആരുടെ മേലാണ് ഈ കുതിര കയറുന്നത്? യെസ്.